കൊറോണ നിരീക്ഷണം ശക്തമാക്കണമെന്ന് സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എല്ലാ ജില്ലകളിലും മതിയായ പരിശോധന ഉറപ്പാക്കണം. മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ല. അതേസമയം രാജ്യത്ത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിന് ശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, വീണ്ടും കൊറോണയുടെ ആശങ്ക ഉയരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത്തരത്തിലുള്ള ഒരു യോഗം ചേരുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഇതിനകം നൽകിക്കഴിഞ്ഞത്? സുരേഷ്, കേരളത്തിൽ JN.1 എന്നുള്ള കൊറോണയുടെ വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചത്. ഈ യോഗത്തിലുണ്ടായ ഒരു വിലയിരുത്തൽ നിലവിൽ രാജ്യത്തെ സാഹചര്യം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത്. അതേസമയം തന്നെ പൂർണ്ണ ജാഗ്രത പിന്തുടരേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നതെന്നും ഇന്ന് ഈ യോഗത്തിൽ ഒരു വിലയിരുത്തലുണ്ടായി. മാത്രമല്ല, കൂടുതൽ പരിശോധനകൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശമുണ്ടായി. ഈ പരിശോധനയുടെ ഫലങ്ങൾ അല്ലെങ്കിൽ അതിൽ കൊറോണ വൈറസ് സ്ഥിരീകരിക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് രാജ്യത്ത് ഈ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഒരു പോർട്ടലുണ്ട്, അതിൽ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി ജനങ്ങളെ പരമാവധി ബോധവൽക്കരിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന് മാത്രമല്ല, ഈ കൊറോണ വകഭേദം രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് കർണാടകയിലും അതേപോലെ തന്നെ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലും കൊറോണ വൈറസ് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജാഗ്രത പുലർത്തുന്നതിനൊപ്പം തന്നെ പരിശോധനകൾ വ്യാപിപ്പിക്കുവാനുള്ള നിർദ്ദേശമാണ്. അങ്ങനെ കൂടുതൽ പരിശോധനയുണ്ടെങ്കിലേ ഇത് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ JN.1 ലക്ഷണങ്ങളെന്ന് പറയുന്നത് മുഖത്ത് അതിശക്തമായ വേദന, അതേപോലെ തന്നെ മൂക്കിൽ അസ്വസ്ഥത, തൊണ്ടവേദന, പനി എന്നിവയൊക്കെയാണ്. ഇങ്ങനെ വരുന്ന രോഗികളെ പ്രത്യേകം നിരീക്ഷിച്ച് അവരെ പ്രത്യേകമായി അവർക്ക് വേണ്ട കരുതൽ നടപടികൾ ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളൊരു വിലയിരുത്തലും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. നന്ദനൊപ്പം തന്നെ ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൊറോണ കേസുകൾ വർദ്ധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ കേരള സർക്കാരിന് നൽകിയിരുന്നു, ആരോഗ്യ വിഭാഗത്തിന് നൽകിയിരുന്നു. ഇപ്പോൾ കൂടുതൽ കേസുകൾ കേരളത്തിലടക്കം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ കേരളത്തിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായതുപോലെ തന്നെ വിദഗ്ധ സംഘം കേരളത്തിലേക്ക് സംസ്ഥാനം സന്ദർശിക്കുക, അത്തരത്തിലുള്ള ഒരു നീക്കം ആലോചനയിലേക്ക് പോയിട്ടുണ്ടോ? നിലവിൽ വിദഗ്ധ സംഘം കേരളം സന്ദർശിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതേസമയം തന്നെ രാജ്യത്ത് ആദ്യമായി ഇങ്ങനെ കൊറോണയുടെ ഒരു വകഭേദം സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് കൂടുതൽ കേന്ദ്രത്തിൻ്റെ ഒരു ജാഗ്രത ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെയാണ് ഈ അടിയന്തരമായി കേരളത്തിൽ ഇത്തരം ഈ ഒരു JN.1 സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിലാണ് അടിയന്തരമായി മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇത്തരമൊരു യോഗം വിളിക്കുവാൻ കാരണമായത്. ഇതിൽ കൃത്യമായ സംസ്ഥാനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി കൃത്യമായ മോക്ക് ഡ്രില്ലുകൾ എല്ലാ ആശുപത്രികളിലും കേന്ദ്രീകരിച്ച് നടത്തുവാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, 2 ദിവസം മുമ്പ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇതിൽ കൂടുതൽ ഐസൊലേഷൻ വാർഡുകളും, അതായത് കേരളത്തിലെ അവസ്ഥ വെച്ചുകൊണ്ട് കൂടുതൽ ഐസൊലേഷൻ വാർഡുകളും അതേപോലെ തന്നെ ഓക്സിജൻ ലഭ്യതയും ഒക്കെ തന്നെ ഉറപ്പുവരുത്തുവാനുള്ള നിർദ്ദേശം നേരത്തെ സംസ്ഥാന സർക്കാരിന് ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. ഇതിനോടകം തന്നെ കേരളവുമായി ബന്ധപ്പെട്ട പ്രത്യേക ഒരു മീറ്റിംഗ് കഴിഞ്ഞ ഒരു ദിവസം കൂടിയിരുന്നു. ഇതിൽ കേരളത്തിന് വേണ്ട അടിയന്തര നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിക്കഴിഞ്ഞു. ഇതിപ്പോൾ മൊത്തത്തിൽ ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ വിലയിരുത്തുവാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടന്നത്. അതിൽ കേരളത്തിൻ്റെ കാര്യങ്ങൾ കൂടി കൃത്യമായി തന്നെ വിലയിരുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം ഇപ്പോൾ പോയിട്ടില്ല എന്നുള്ള കാര്യം. അതേസമയം തന്നെ കേരളത്തിൽ ഇങ്ങനെ ഒരു JN.1 വകഭേദം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അത് കൂടുതൽ വ്യാപിക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതിനാൽ തന്നെയാണ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, എറണാകുളം കേന്ദ്രീകരിച്ച് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തിയത്. ഇതിനെല്ലാം ഉപരി തന്നെ ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു അവബോധം നൽകുക, അത് വളരെ സുപ്രധാനമായ കാര്യമാണ്. അത്തരം അവബോധം ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ ഇതിനെ തടഞ്ഞു നിർത്താൻ, കൂടുതൽ വ്യാപനം തടയുവാൻ കഴിയൂ എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കൊറോണയുടെ ഒരു വലിയ സീസൺ, ഒരു കൊറോണ
കൊറോണ കാലം കഴിഞ്ഞതിൽ പിന്നെ ജനങ്ങൾ കൊറോണ ഇതുമായി നിരീക്ഷണം ബന്ധപ്പെട്ട് കൈ കഴുകുന്നത് ഉൾപ്പെടെ അല്ലെങ്കിൽ ശക്തമാക്കണമെന്ന് കൃത്യമായ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എല്ലാ ജില്ലകളിലും മതിയായ പരിശോധന ഉറപ്പാക്കണം. മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ വിട്ടുവീഴ്ച പാടില്ല എന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കാൻ